നമസ്കാരം സുഹൃത്തുക്കളെ, മോട്ടോറിക്കയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നുള്ളത് കോഴിക്കോട് പാവങ്ങാടാണ്. നമ്മളെ ഓമക്കാൻ്റെ സ്വന്തം സെക്കൻഡ് ചോയ്സിലാണ്. ഒത്തിരി യൂസ്ഡ് കാറിൻ്റെ പുതിയ സ്റ്റോക്കുകൾ നമുക്കിവിടെ ഉണ്ട്. നമസ്കാരം. അപ്പോൾ മഴക്കാലം തുടങ്ങി. അപ്പൊ ബൈക്കിലൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും എൻക്വയറി വരുന്നൊരു സമയമാണ്. ഇപ്പൊ വെച്ചാല് ബൈക്ക് മാറിയിട്ട് കാറിലേക്ക് മാറാൻ മതി. അതെ അതെ, അതില് ബൈക്കിന്റെ പൈസക്ക് കാറ് വേണം. അതല്ല ചുരുക്കി പറഞ്ഞു. അതാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ വണ്ടികളുണ്ട്. ഇപ്പൊ ബൈക്കിന്റെ ഓൺ റോഡ് റൈറ്റ് പോലും വേണ്ട ഇപ്പൊ വണ്ടികൾ എടുക്കാൻ. ഇനീഷ്യൽ പേയ്മെന്റ് ഒക്കെ അതിലും താത്തിട്ട് ഒരു 15-20 ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് പറ്റുന്ന ചെറുവണ്ടികൾ കുറച്ചതിൽ പരിചയപ്പെടുത്തില്ല. ആക്ടീവിന്റെ വിലക്ക് ഡീസൽ വണ്ടിയാണ് നിങ്ങൾക്ക് മയത്ത് ഓടാൻ പറ്റുന്ന ആക്ടീവന്റെ വിലക്ക് അല്ലേ? ഇത് വിസ്റ്റയാണ്, ഇൻഡിക വിസ്റ്റ ക്വാഡ്രജെറ്റ് ആണ്. ഇന്ത്യയിലെ ടി.ഡി എന്നുള്ള എഞ്ചിൻ ഉണ്ട്. അത് വില കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് വിസ്റ്റ ക്വാഡ്രജെറ്റ് വരാം 1,15,000 രൂപ വരാം. 1,15 ഡീസൽ വണ്ടി, അതും വിസ്റ്റ ക്വാഡ്രജെറ്റ്. നെക്സ്റ്റ് ഇതാ 2011 വോൾട്ടോ LXi 1,25 വരും. 1,25 AC പവർ സ്റ്റാറിംഗ് വരുന്ന വണ്ടിയാണ്. നെക്സ്റ്റ് 1,20,000 2008 റിന്യൂവൽ കഴിഞ്ഞ I10 സ്പോർട്സ് വരാം. എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയ വണ്ടി, എല്ലാ പേപ്പറും 28 വരെ റിന്യൂവൽ കഴിഞ്ഞ വണ്ടി കേട്ടോ. 2028 വരെ പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടി. നിങ്ങൾ ഉള്ളൊന്ന് കാണിച്ചു കൊടുത്തോളൂ, വണ്ടിന്റെ വൃത്തിയും കാര്യങ്ങളൊന്നും കണ്ടോട്ടെ. 1,20,000 രൂപയ്ക്ക് വരും. 1,20,000 ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ വരും. ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടി 1,20,000 കേരളത്തിൽ ആരാ യാർഡിൽ കാണിച്ചിട്ട്? അല്ല, 1,20,000 ഇപ്പൊ നമുക്ക് ടൂ വീലർ കിട്ടില്ലല്ലോ. ടൂ വീലർ കിട്ടില്ല. 2017 1 ലിറ്റർ ഓട്ടോമാറ്റിക്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. പൊങ്കലായിട്ട് വരണ്ട. ഓട്ടോ ഗിയർ വരുന്ന വെഹിക്കിൾ 2,60,000 രൂപ. ഇതിനൊരു 40 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ആക്കി തരാം. ബാക്കി ലോൺ നമുക്ക് 2,20-2,25 വരെ ലോൺ കിട്ടും. ഓക്കെ. അപ്പം ഒരു 40, 30, 35 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റ് വണ്ടി ഇറക്കാം. പിന്നെ ഈ നമ്മളെ കസ്റ്റമേഴ്സിന്റെ ട്രാക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ലോൺ നമ്മളിതിൽ ലോണിന്റെ സ്റ്റാറ്റസ് പറയുന്നത് ഒരു 650 മുകളിൽ സിബിൽ സ്കോർ ഉള്ള ഒരാളാണ്. അപ്പൊ അതിന് 450-500 വന്നിട്ട് ലോൺ കയറിയില്ല, നിങ്ങളുടെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞോന്ന് പറയുന്നത്. നല്ല ഫയലുള്ള നല്ല ട്രാക്ക് ഉള്ള ഒരാള് EMI ആണ് നമ്മളെ ഈ വീഡിയോയിൽ മൊത്തം പറയുന്നത്. EMI അല്ലേ? നല്ല ട്രാക്കുള്ള ഇനീഷ്യൽ പേയ്മെന്റ് ഇപ്പൊ നമ്മൾ 20 ഇറക്കാം, അതിൽ 30 ഇറക്കാന്ന് പറയുമ്പോൾ അത് ഒരു 650 മേലെ സ്കോർ ഉള്ള ഒരാൾക്ക് വരും. ഇത് നല്ല ഫയലുള്ള ഒരാള്. 2019 വോൾട്ടോ, അതേമാതിരി 18 വോൾട്ടോയും. ഇത് 19 LXi ആണ്, ഇത് 2018 VXi ആണ്. ഈ രണ്ട് വണ്ടിയും 2,75,000 രൂപയ്ക്ക് തരാം. 2,75 ഈ വണ്ടിയും തരാം, 2,75 ഈ വണ്ടി തരാം. ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 18 VXi സിംഗിൾ ഓണർഷിപ്പ് ആണ്, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 19 വരുന്നതും സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഇത് 31 സംതിങ് ഓടിയിട്ടുള്ളൂ കേട്ടോ. 31 ആകെ ഓടിയിട്ടുള്ളൂ അല്ലേ ഈ വണ്ടി? 19 വണ്ടി 31,000 ഓടിയിട്ടുള്ളൂ, 18 വണ്ടി 40,000 ഓടിയിട്ടുള്ളൂ. അല്ല മോമക്ക, ഞാനൊരു സംശയം ചോദിക്കട്ടെ. അപ്പൊ ഇത്ര നമ്മള് കുറച്ച് കൊടുക്കാന്ന് പറയുമ്പോ മോമക്ക മാർജിൻ കുറച്ചിട്ട് സെയിൽ കൂട്ടാണോ? ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. ഞങ്ങള് അത്രയും വണ്ടികൾ ഇവിടെ ഡീലർഷിപ്പിൽ നിന്ന് നമ്മൾ പർച്ചേസ് വരുന്നതാണ്. അപ്പൊ നമ്മൾ അത്രയും ബൾക്കായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മന്ത്ലി ഇവിടെ എന്തായാലും ഒരു 35, 40, 50 അടുത്തൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പോൾ അത് റേറ്റ് അപ്പൊ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. നമ്മളിത് അത്രയും ഡംപ് ചെയ്യില്ല ഇവിടെ, നെറ്റ് ആയിട്ടുള്ള മീൻസ് നമ്മൾ അത്രയും മാർജിൻ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഡിഫറൻസ് ഇത്രയും വ്യത്യാസം തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞതിൽ വാഗ്നർ ഇട്ടത് നിങ്ങൾ വെല്ലുവിളിച്ചിട്ടതാണ്. 3,40,000-നാണ് 2018 വാഗ്നർ സ്റ്റോക്കിൽ കാണിച്ചു തരാം. അതൊന്ന് ഡെലിവറി ആണ്. 2019 ഡിസൈർ വീഡിയോ ഞങ്ങൾ അന്ന് കൊടുത്തത് 4,05,000-നാണ്. ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ വരണം വിത്ത് നമ്പർ ആയിട്ട്. 18 നമ്മൾ പറഞ്ഞു 2.25 ഇട്ടോ. 2.25. നെക്സ്റ്റ് 2023 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 2023 അല്ലേ? പുത്തൻ വണ്ടി. എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ കേട്ടോ. 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. അതെ. ഓക്കെ. ലോൺ എത്ര നമുക്ക് പ്രതീക്ഷിക്കാം? ലോൺ ഇത് 3 ലക്ഷം ലോൺ തരാം. അപ്പോൾ ചെറിയൊരു പൈസ നമ്മളെ കയ്യിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. 3,40,000 വണ്ടി തരാം. 17 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് റെഡിഗോ, ഡാറ്റ്സൺ റെഡിഗോ, നിസാന്റെ സബ് ബ്രാൻഡ് അല്ലേ? 18 നിങ്ങൾക്ക് റിന്യൂവലിന്റെ നല്ല സമയമുണ്ട്. 33 വരെ റിന്യൂവൽ ടൈമും കിട്ടി. 1,80,000 രൂപയ്ക്ക് വണ്ടി വരും. 18 ആണ്. ഇതിൽ നിങ്ങൾക്ക് ലോൺ തന്നെ ചിലപ്പോ 1,60,000 ലോണും കിട്ടും. 15 രൂപ ഉണ്ടെങ്കിൽ ആക്റ്റീവ് ഇറക്കാൻ കഴിയില്ല, ശുദ്ധ ഇറക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2017 മോഡൽ ഇയോൺ ഇറ, തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടി 2,20,000 രൂപയ്ക്ക്. 2017 ആണ് ഇറ എന്നുള്ള വേരിയന്റ്.
2025 അല്ലേ? 2025 അടുത്ത വണ്ടി ഇതാ 2017 വണ്ടി. 17 വണ്ടി. 2017 ഇതും തേർഡ് ഷോപ്പ്, ഇതും 2025. 2025. ഇതിനൊക്കെ നമുക്ക് 2 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും കേട്ടോ. 20 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ 2 ഇയണം ഇറക്കാം. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഒരു വണ്ടി പരിചയപ്പെടുത്തി തരാം. 2013-14 രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന 19,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 19,000. ഈ ഓട്ടം തെറ്റാണ് കളവാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കും, 10,000 രൂപ അങ്ങോട്ട് തരും സ്കീം. അതേമാതിരി തന്നെ ഒരു ഫുൾ എമൗണ്ട് ലോൺ കയറുന്ന ഒരു വണ്ടി തരാം. 2018 ടിയാഗോ. 2018 മോഡൽ ടിയാഗോ എക്സ്റ്റി എന്നുള്ള വേരിയന്റ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വെഹിക്കിൾ. 28,000 ഓടിയ പെട്രോൾ. വെൽ കണ്ടീഷൻ വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. പെട്രോൾ വേരിയന്റ്. എത്ര രൂപ നമ്മൾ 3,35,000 തരാം. ഇതിന് 3 ലക്ഷം വരെ ലോണും ചെയ്തു തരാം. 3 ലക്ഷം ലോൺ ചെയ്യാം. 3,35,000 വണ്ടിന്റെ ലെറ്റർ ആയിട്ട്. അതിൽ 3 ലക്ഷം രൂപ ലോൺ ആക്കി തരാം. 35 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് 2018 വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇതിൽ 1.2 ആണ്. അത്യാവശ്യം മൈലേജും ഉണ്ടാവും, പുള്ളിങ്ങും ഉണ്ടാവും. നെക്സ്റ്റ് 2019 ടൈറ്റാനിയം സിംഗിൾ ഓണർഷിപ്പ്, 60 താഴെ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ വേരിയന്റിൽ ഫുൾ ഓപ്ഷൻ അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. വണ്ടി റീപ്ലേസ്മെന്റ് ഇല്ല. കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ധൈര്യമായിട്ട് ഒരാൾക്ക്, ഡീസൽ വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്. 8,25,000 ചോദിക്കുന്നത്. നമുക്ക് ഇതിന് ലോൺ തന്നെ ഏറെ വരെ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 1.25 ലക്ഷം രൂപ, ഏറല്ല 75 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ഡീസലാണ്. മൈലേജ് ഉണ്ട് കേട്ടോ. ഒരു 17-18 വരെ മൈലേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോർഡിന്റെ സർവീസിനെ കുറിച്ച് ആശങ്കയുണ്ടോ? സർവീസ് ഇല്ലല്ലോ. വണ്ടി ഇന്ത്യയിലേക്ക് രണ്ടാമത് വരികയാണല്ലോ. പറഞ്ഞില്ലെങ്കിൽ ഫോർഡ് തിരിച്ചു വരികയാണ്. സർവീസ് സെന്റർ നമ്മൾ അതിന്റെ ബാക്ക് ലൈനാണ്. ഇവിടെ ഒരു KSRTC ഡിപ്പോ ഉണ്ട്. അതിന് തൊട്ടടുത്ത് ഇതിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ. ഞാൻ ചോദിക്കാൻ കാരണം നമ്മളെ കമന്റ് ബോക്സിൽ അങ്ങനെ കമന്റ് വരാറുണ്ട്. ഫോർഡിന്റെ വണ്ടി കാണിക്കുമ്പോൾ ഫോർഡ് എടുക്കണ്ട, ഫോർഡ് പിന്നെ സർവീസ് ഇല്ല എന്നുള്ള രൂപത്തിലൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു അറിവില്ലാത്ത ഒരാളായിരിക്കും എത്തിണ്ടാവുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ നേരത്തെ ഇതിന്റെ കമ്പനിയുടെ ഷോറൂം ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഷോറൂം കൊണ്ടുപോയിട്ട് വണ്ടിന്റെ ക്വാളിറ്റി കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ. തിരിച്ചു വരാം. ഫോർഡിന്റെ വണ്ടി ധൈര്യപ്പെട്ട് നമുക്ക് എടുക്കാം. ഒരു ഭയപ്പാടും അത്രയും ഇവിടെ വെക്കുന്നതാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഞങ്ങളെ സ്റ്റോക്ക് 3 വണ്ടി സ്റ്റോക്കിലുണ്ട്. നെക്സ്റ്റ് വരുന്നത് 2018 ഫ്രീ സ്റ്റൈൽ. ഒരു ഫുൾ ഓപ്ഷൻ ഡീസൽ, മൈലേജ് വേണമെന്നുള്ള ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. റീപ്ലേസ്മെന്റ് ഇല്ല. വെൽ കണ്ടീഷൻ വരുന്ന വണ്ടി കേട്ടോ. വെൽ കണ്ടീഷൻ. ഓണർഷിപ്പ് സിംഗിൾ 40,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. ഫ്രീ സ്റ്റൈൽ എന്നുള്ള വേരിയന്റില് ഇന്ത്യയിലൊക്കെ വളരെ അടിപൊളി ആണ് കേട്ടോ. നമുക്ക് ഒരു 5 വരെ ലോണും കൊടുക്കാൻ പറ്റും. 5,85,000 രൂപയ്ക്ക് വണ്ടി വരും. 5,85,000 വണ്ടി തരാം. 5 ലോണും കൊടുക്കാം. 5 വരെ ലോൺ കൊടുക്കാം. നല്ല ഫയലാണെങ്കിൽ 18 ഫുൾ ഓപ്ഷൻ വണ്ടി. നെക്സ്റ്റ് 2018 വണ്ടി. 2018 ഗ്രാൻഡ് ഐട്ടൺ മാഗ്ന എന്നുള്ള വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 74,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 3,95,000. ഇതൊരു 3.25 ലോൺ കയറും. 3.25 ലോൺ 20 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും. ഓക്കെ. അടുത്തത് i20 അല്ലേ? 2016 മോഡല് സ്പോർട്സ് വരട്ടെ. സ്പോർട്സ് 4,10,000 രൂപയ്ക്ക് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വന്നാലോ? ആയിക്കോട്ടെ. ലുക്ക് വൈസ് നോക്കിയോളൂ കേട്ടോ. നമുക്കിത് 4,10,000 വണ്ടിന്റെ വില വരുന്നത്. 4 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 4,10,000 വരുന്നത്. 4 ലക്ഷം വരെ നമുക്ക് അവർ 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. ഡോക്യുമെന്റ്സ് ഡിപ്പെൻഡ് ആണ്. എന്നാലും 3.25, 3.60 ഏതൊരാൾക്കും കയറും. നല്ല ട്രാക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 4 വരെ ചെയ്തു തരാം. പിന്നെ ലോണുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരിക്കലും ചെയ്യാതിരിക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ, നിങ്ങളെ സൈൻ ചെയ്യുന്ന സമയത്ത് അവരെ കണ്ടീഷൻസ് കറക്റ്റ് വായിച്ചു നോക്കിയിട്ട് മാത്രം ലോൺ ചെയ്യുക. പറയാൻ കാരണം ഇതില് ക്ലോഷർ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഹിഡൻസ് ഉണ്ട്. നിങ്ങൾ ഇതിങ്ങനെ നിരത്തി ഒപ്പിടുന്നുണ്ടല്ലോ, അതിലെ എല്ലാ കണ്ടീഷൻസും ബാങ്ക് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിന്റെ ക്ലോസിംഗിലുള്ള കാര്യം പാടെ ചോദിക്കുക. നിങ്ങൾ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഏത് ബാങ്ക് ആയാലും ഇതിന്റെ ക്ലോസിംഗിലുള്ള ചാർജസ് ചോദിക്കുക. എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിക്കുക. പിന്നെ നമ്മൾ ലോൺ എടുത്ത എമൗണ്ട് മാത്രമല്ല, ക്ലോസ് ചെയ്യുമ്പോൾ ഈ ക്ലോസിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പ്രൈവറ്റ് ബാങ്ക് വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ക്ലോസിലാണ്. ഇവര് ഹൈഡ് ചെയ്ത് വെക്കുന്ന സംഭവങ്ങളായിരിക്കും. നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം എഗ്രിമെന്റ് സൈൻ ചെയ്യും. ശരിക്കും നോക്കി ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യും. നമുക്ക് ഇതേതാ? ബലേനോ 2021 മോഡല് ബലേനോ സെഗ്മ എന്നുള്ള വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ്. 82,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 82,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. മൈലേജ് ഒക്കെ നോക്കുന്ന ഒരു പെട്രോൾ വണ്ടി വേണം, വലിയൊരു ഓട്ടം ഇല്ലാത്ത ഒരാള്, മൈലേജ് വേണമെന്നുള്ള ഒരാൾക്ക്
നമ്മളിപ്പോ പറയണ്ടല്ലോ ബലേന്റെ അവസ്ഥ പറയണ്ട, മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. മൈലേജും അതെ, മെയിൻ്റെനൻസ് കുറവാണല്ലോ. മെയിൻ്റെനൻസ് കുറവാണ്. 19, 20 മൈലേജ് കിട്ടുന്ന ആൾക്കാർ ഗൂഗിൾ റിവ്യൂ പോയി നോക്കിയാൽ കറക്റ്റ് കിട്ടും. 5,45,000 5 രൂപ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടി കേട്ടോ. അപ്പൊ 40 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ബലേന മോഡലുള്ള വണ്ടി 2021 വണ്ടി എടുക്കാം. 2016 മോഡൽ ആസ്റ്റ i20 പെട്രോൾ, പെട്രോൾ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി 4,95,000. ഇതും ചാൻസ് റേറ്റ് തന്നെ കേട്ടോ. 16 മോഡലാണ്, ആസ്റ്റ ആണ്. ലോൺ എടുക്കുന്ന ഒരാൾക്ക് 4.5 ലോൺ കയറേണ്ടതാണ്. 10, 35, 40 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ 54,000 കിലോമീറ്റർ, പെട്രോൾ, ആസ്റ്റ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അതേമാതിരി വെൻഡോ ഡീസൽ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നോളി. 3,50,000 രൂപയ്ക്ക് വരാം. 350. 350. എത്ര ലോണ് പ്രതീക്ഷിക്കാം നമുക്ക്? 2014 വണ്ടിയാണ്. ഇതിന് എനിക്ക് തോന്നുന്നു മാക്സിമം ലോൺ തന്നെ ചെയ്യാൻ പറ്റും. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഡീസലാണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വെൻഡോക്ക് വരും. എന്തായാലും വെൻഡോനെ പറ്റി അറിയുന്ന ആൾക്കാരാണ്. മാരുതി വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമർ എന്തായാലും വെൻഡോ ഒന്നും എടുക്കില്ല. മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലുള്ളത്. 2019 ബലേനോ. ഓക്കെ. 2019 ബലേനോ ഡെൽറ്റ കേട്ടോ. 2019 ഡെൽറ്റ സെക്കൻഡ് ഓൺഷിപ്പിൽ 61,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതും 5,40,000 വരെ. 5,45 അല്ലേ? നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോഴേ നമുക്ക് നമ്മളതായ ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാനൊക്കെയുള്ള അവസരം ഇവിടെ ഉണ്ടോ? വണ്ടി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലി ഒരാൾ ഇപ്പൊ ഇവിടെ നിന്നല്ല എവിടെ എടുക്കുകയാണെങ്കിലും യൂസ് കാർ എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം. ചില നമ്മളിപ്പോ ഒരു യൂസ് കാർ വന്ന് ഇതിൽ ഹൈഡ് ആയിട്ടുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഡോക്യുമെന്റ്സ് നോക്കാൻ പറ്റും. അത് ഗ്യാരണ്ടി. നിങ്ങളുടെ പേരിലേക്ക് RC മാറ്റി തരുന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി തിരിച്ചെടുക്കും. അപ്പൊ അതിൽ ഓക്കെ. ബാക്കി റീപ്ലേസ്മെന്റ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഡോർ അറിയാൻ പറ്റും, ഗ്ലാസ് അറിയാൻ പറ്റും. ബാക്കി എന്തെങ്കിലും റണ്ണിങ് റിപ്പയറുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിവൈഡർ കയറിയ സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഹിഡൻ ഏരിയാസ് ഉണ്ട്. അപ്പൊ അത് സ്മാർട്ട് ആയിട്ടുള്ള ആളാണ് പഴയ ഓണർ എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള വർക്കുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ ഹിസ്റ്ററി എടുക്കുക. ചിലപ്പോൾ ഹിസ്റ്ററിയിൽ വരാതെ പുറത്തുനിന്ന് പണി എടുക്കുന്നുണ്ടാവും. എന്തായാലും ഒരു ടെക്നീഷ്യനെ കൊണ്ട് വണ്ടി ചെക്ക് ചെയ്യിപ്പിക്കുക. അതായതും റാമ്പിലൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ കുറെ അടിയിലെ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് നോർമൽ ഇപ്പൊ നമ്മൾ നല്ലൊരു വണ്ടിയാന്ന് പറയുന്നത് ചിലപ്പോൾ അതിന്റെ ഡോറും ഗ്ലാസും മോണ്ടും ഡിക്കിയൊക്കെ പൊന്തിച്ച് നോക്കിയിട്ട് പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആയിരിക്കും. അപ്പൊ പേസ്റ്റ് വരെ ഇടാൻ പറ്റൂല്ലേ? ഓക്കെ. അതുവരെ നമുക്കിപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ പേസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ OG പേസ്റ്റ് തന്നെ ഇപ്പൊ പുറത്തുനിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് കാണാം ഗ്ലാസിന്റെ നമ്പർ നോക്കുന്നതാണ്. ഇതുവരെ അടിച്ചെടുക്കാൻ പറ്റും അല്ലേ? പിന്നെ അങ്ങനെ അത് മാറില്ല എന്ന് പറയാം. അപ്പൊ ശരിക്ക് വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അധികം ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ആയിരിക്കും. അവരിവിടെ വന്നിട്ട് ഇത് നമ്പർ അടിക്കും. അതിൽ കാര്യമില്ല. നമ്മളിപ്പോ ചില ആൾക്കാരൊക്കെ കാണാൻ ചില വീഡിയോയിലൊക്കെ വന്നിട്ട് ഗ്ലാസിന്റെ നമ്പർ നോക്കിയാൽ ഇപ്പൊ ഈ സീരീസ് BH ഇത് ഏതാ ഇയർ എന്നുള്ളത് നമുക്ക് ഇതിന്റെ ബാർകോഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 2017 വണ്ടി ഇവിടെ കണ്ടില്ല 0017 അതിന് കൊടുത്തൊരു സീരീസ് ആണ്. അപ്പൊ ഈ BH എല്ലാ ഗ്ലാസ്സിലും ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ ഈ BH ഇപ്പൊ ഇത് റീപ്ലേസ് ചെയ്താൽ ഇത് BH ആയിരിക്കില്ല, Hന് ശേഷമുള്ള ഒരു ഡിജിറ്റ് ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ നമുക്ക് ഈ Hനെ മാറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സെയിം ഗ്ലാസ് ആയി. അപ്പൊ അത്രത്തോളം ടെക്നോളജി പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടും. ബാക്കിയൊക്കെ കുടുങ്ങും ചെയ്യും. 2017 ഐറ്റം സ്പോർട്സ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓട്ടോ ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഓട്ടോ ഗിയർ ബോക്സ് ആണ്. ഞാൻ ഇതിനും ഒരു സ്പെഷ്യൽ റേറ്റ് ആണ്. ഇത് ഞാൻ വലിയ വിളിച്ചുകൊണ്ടിട്ടാണ് 399. കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ വരിക. ഇത് നമ്പർ ആയിട്ട് വരും 399. 17 സ്പോർട്സ് ഓപ്ഷനിൽ സിംഗിൾ ഓൺഷിപ്പ് ഓട്ടോ ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഇത് വെല്ലുവിളി വീഡിയോ ആണല്ലേ? ഇതില് വരും കംപ്ലൈന്റ് വില കൂടുതലാന്ന് പറയും. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ലോ ബഡ്ജറ്റ് വിറ്റിരുന്നു. അപ്പൊ ഈ കമന്റോളികൾ വന്നിട്ട് പറയും അവിടെ ഫുള്ള് ആക്രി വണ്ടിയാണ്, പൊളി വണ്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ OTPന്റെ വിഷയങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ആ സെഗ്മെന്റ് കുറച്ചു. അതിൽ കുറെ കസ്റ്റമർക്ക് റിന്യൂവൽ കിട്ടുന്നില്ല. അപ്പൊ ഈ സ്ക്രാപ്പ് പോളിസി വന്നല്ലോ. അപ്പൊ അത് കാരണം ഇവര് റിന്യൂവൽ പോയി കഴിഞ്ഞാൽ കുറെ വണ്ടി സ്ക്രാപ്പ് പോളിസിയിലേക്ക് തള്ളിക്കോളും. ചില റിന്യൂവൽ തരില്ല. അപ്പൊ ഈ പാവങ്ങൾ വെറുതെ ടെൻഷനാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങൾ ആ സെഗ്മെന്റ് കുറച്ചുണ്ട്. ഞങ്ങൾ കിട്ടായില്ല. അത് ഇഷ്ടംമാതിരി വണ്ടിയുണ്ട്. പക്ഷെ വിറ്റാല് എടുക്കുന്ന ആൾക്കാരൊക്കെ കുറെ ബുദ്ധിമുട്ടി പോകും. ഈ നാടൻ ഭാഷയിൽ ചെണ്ടാന്ന് പറയും. അന്ന് ചെണ്ടാന്നിട്ട ആൾക്കാര് ഇപ്പൊ വന്നിട്ട് പറഞ്ഞെന്താ വെച്ചാല് ഇവിടെ വില കൂടുതലാന്നുള്ളത്. ഏത് വണ്ടിക്കാ വില കൂടുതൽ? ഇട്ട ആള് ഇത് തെളിവ് സഹിതട്ടെ ഞാൻ ഓർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. അത് നല്ല ഏത് യാർഡും കച്ചവടക്കാരാണ്. ഇവര് വെളിച്ചത്ത് വരില്ല, ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനും ഇവർക്ക് അറിയാം. നേരിട്ട് വരും. നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഏത് വണ്ടിക്കാന്ന് തൊട്ട് കാണിച്ചു തരും. ഞാൻ അവിടെ ഉണ്ട്. നമ്പർ ഞാൻ അതിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്ത വണ്ടി അടുത്തും ഗ്രാൻഡ് ഐറ്റം ആണല്ലോ? ഗ്രാൻഡ് ഐറ്റം വരുന്നുണ്ട്. 2013 വണ്ടി
3,05,000 രൂപ. 3.5 3,5 2013 വണ്ടിയാണ്. ഹുണ്ടായിന്റെ ഷോറൂം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ വിശ്വസിച്ച് എടുക്കല്ല. എന്തായാലും എവിടുന്നായാലും ഞാൻ പറഞ്ഞത് വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. യൂസ് കാർ എടുക്കുമ്പോൾ ചെക്ക് ചെയ്തിട്ട് മാത്രം. 13 മാഗ്ന 43,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നിസാന്റെ ടെറാനോ SUV 4-5 വണ്ടികളുണ്ട്. ഫസ്റ്റ് വണ്ടി വരുന്നത് XUV 2014 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. XPD വരുന്ന XP ഡീസൽ ഓപ്ഷൻ. അപ്പൊ മൈലേജ് 15 റേഞ്ചിൽ മൈലേജ് വരും. 110 PS ആണ്. പുള്ളിങ് അത്യാവശ്യം ഉണ്ടാവും. എയർ ബാഗ്, ABS, EBD, അലോയ്സ്, ഫ്രണ്ട് ഫോഗ് വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ വരും, ഡിഫോഗർ വരും. ഒട്ടുമിക്ക ഓപ്ഷൻസും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത്? ഇതിന് 4,30,000 രൂപ. 4,30,000 നമുക്ക് ലോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു 4 lakhന് അടുത്തൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ബെൻസ്. പാവപ്പെട്ടവന്റെ. അതെ, എല്ലാരും മനസ്സിലാക്കട്ടെ. 2010 മോഡല് കേരളത്തില് തേർഡ് ഓണർഷിപ്പ് ആയ വേണ്ടിട്ടോ. ചില റിന്യൂവൽ കഴിഞ്ഞ് 2030 വരെ പേപ്പർ വാലിറ്റി ഉള്ള 220D എന്ന് പറഞ്ഞ പേപ്പർ വാലിറ്റി ഉണ്ട്. റിന്യൂവൽ എടുത്ത വണ്ടി കേട്ടോ. വണ്ടി അത്രയും ബോഡി ക്വാളിറ്റി ഉണ്ട്. C ക്ലാസ്സിൽ 220 വരുന്നുണ്ട്. സാധാരണക്കാരന് എടുക്കട്ടെ ബെൻസ് അല്ലേ? എത്ര രൂപ ചോദിക്കുന്നത്? ലോണ് കയറില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് ലോൺ, സേഫ് ലോൺ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഒരു പേയ്മെന്റ് വാങ്ങാൻ പറ്റും. 6,40,000 രൂപ. 6,40,000 അല്ലേ? റൂഫ് ഒക്കെ ഉള്ള ടോപ്പ് എൻഡ് വണ്ടി. 6,40,000. അടുത്ത വണ്ടി ഡിസയർ. 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ വണ്ടി. VXi അല്ലേ? VXi എന്നുള്ള മിഡിൽ ഓപ്ഷൻ വേരിയന്റ് വരുന്ന വണ്ടി. 17 ആണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,95,000 ഇതിന് നമുക്ക് 4.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം പറ്റും. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. വൃത്തിയുള്ള വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യം എടുക്കാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തി കൊണ്ടുവരുന്ന ഒരു കസ്റ്റമറാണ് പ്രീവിയസ് കസ്റ്റമർ. നല്ല വണ്ടി. അല്ലെങ്കിലും അത്യാവശ്യം നല്ല വണ്ടിക്ക് അത്യാവശ്യം വിലയുണ്ടോ? എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു വണ്ടി യൂസ് ചെയ്യാണ്, നിങ്ങളുടെ വീട്ടിൽ നല്ല വണ്ടിയാണ്. ഇപ്പൊ എക്സൈസ് ടീം വന്നാൽ നിങ്ങൾ എന്താ പറയാ, ഈ വണ്ടിക്ക് ഇത്ര കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളൂ. പിന്നെ വില കുറച്ച് കൊടുക്കുക നിങ്ങൾ എപ്പോഴാണ്? എന്തെങ്കിലും പരിക്ക് എപ്പോഴാണ് പോവുക, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കൂടുമ്പോഴാണ് നിങ്ങൾ സർവീസ് ചെയ്താലും അത് റെഡി ആവാത്ത ചില കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച്. 2018 മോഡൽ ZDI സിംഗിൾ ഓണർഷിപ്പിൽ 62,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. എത്ര രൂപ ചോദിക്കുന്നു നമ്മൾ? ഇത് 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് 2018 ZDI. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കുറവട്ടെ. ചില നമുക്ക് ഡീസൽ വണ്ടിയിൽ കിട്ടുന്ന ഓട്ടം കുറഞ്ഞ വണ്ടി. ഡീസൽ വണ്ടിയിൽ നമുക്ക് വണ്ടി ഇല്ല. മാരുതിന്റെ ഡീസൽ വണ്ടി 20 ലക്ഷം ഇല്ല. പെട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് മൈലേജ് ഉള്ള ഒരു വണ്ടി കൊടുക്കാം. ഓണർഷിപ്പ് കുറവാണ്, സിംഗിളേ ഉള്ളൂ, കിലോമീറ്ററും കുറവാണ്. ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് രണ്ടും കുറവാണ്. അപ്പൊ നമുക്ക് ഓണർഷിപ്പ് അല്ല, കിലോമീറ്റർ കൂടിയാണെങ്കിൽ നമുക്ക് ഇതിലും കുറഞ്ഞ വണ്ടി കിട്ടും. അതിൽ ഇത്രയും വില വരില്ല. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വിറ്റിട്ടുണ്ട് 6 ലക്ഷം രൂപയ്ക്ക് 2018 2 lakh ഓടിയ വണ്ടി വിറ്റിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കിട്ടുന്ന വണ്ടി ആ റേറ്റിൽ തന്നെ നമ്മൾ അത്രയും ബെനിഫിറ്റ് കസ്റ്റമർക്ക് ഇട്ടിട്ട് തന്നെ കൊടുക്കുന്നത്. നമ്മളൊരു നല്ലൊരു കസ്റ്റമറാണ് എടുത്തതും അവർ ഹാപ്പിയാണ്. അതിൽ 6 ലക്ഷം രൂപയ്ക്ക് അവരെന്ത് ചെയ്ത് 18ന്റെ ഇത് വെച്ചിട്ട് ഇതിൽ റൈറ്റ് വെച്ചിട്ട് ലോൺ പാസ്സാക്കി. അവർക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തന്നെ 1 lakh കിട്ടുകയും ചെയ്തല്ലേ? 2016 മോഡല് ക്രെറ്റ തരാം. സിംഗിൾ ഓണർഷിപ്പിൽ 92,000 കിലോമീറ്റർ ഓടിയ 1.6 എഞ്ചിൻ വരുന്ന വണ്ടി കേട്ടോ. 6,70,000 രൂപ. 6,70,000 2016 വണ്ടി വരും. സിംഗിൾ ഓണർഷിപ്പിൽ നമുക്ക് തന്നെ ലോൺ ചിലവാക്കി തോന്നുന്നത് 6 വരെ കയറും. ഒരു 40 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു SUV അവിടെ സ്വന്തമാക്കാം. ഏകദേശം ക്രെറ്റയ്ക്ക് എത്ര മൈലേജ്? ക്രെറ്റയ്ക്ക് ഒരു 12-13 നോക്കിയാൽ മതി. 1.6 ആണിത്. വണ്ടി പുള്ളിക്കും കാര്യങ്ങളും ഉണ്ടാവും. വണ്ടി ഓടിക്കാൻ നല്ല സുഖം ഉണ്ടാവും. മെയിൻ്റെനൻസ് കുറവായിരിക്കും. പെട്രോൾ അല്ലേ? 6 ലക്ഷം ലോണിൽ തന്നെ 40 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. അടുത്തത് ഒരു ചാൻസ് റൈറ്റിൽ ബ്രസ VDI സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. VDI സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 6,05,000 രൂപ. 6,05,000. 6.5. ഈ നമ്മൾ ഈ പറയുന്ന റേറ്റിൽ നിന്നൊന്നും മാറ്റമില്ല. സാധാ വീട്ടിൽ കാണുന്ന മാതിരി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്നോളൂ എന്ന് പറയണ്ട. നിങ്ങൾ ഈ വില ഐഡിയയിൽ വന്നാൽ മതിയല്ലോ. അതായത് ഞാൻ കുറച്ച് തരുന്നില്ല. മീൻസ്
ഇത് നോക്കിയിട്ട് ഈ വിലക്ക് ഈ വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. വന്നാ മതി. ഇത് ദൂരെ നിന്നൊക്കെ ഒരാൾ വന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞല്ലോ, ഈ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ 5000 ആയിരിക്കും പ്രതീക്ഷ ഉണ്ടാവുക. 5000 ആയിരിക്കും ഷോപ്പർ കൊടുക്കുക, ഇവർ പ്രതീക്ഷിക്കുക ചിലപ്പോൾ 50,000 കുറച്ച് തരും. നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാൽ വരുന്ന ആള് വെറുതെ വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. 6,50,000 രൂപയ്ക്ക് ഇത് ചാൻസ് ആണോ എന്നുള്ളത് നിങ്ങൾ OLX അങ്ങനെ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ഞാൻ 2016 വീഡിയോയിൽ സെക്കൻഡ് ഓണർഷിപ്പ് 93 ഓടിയ വണ്ടി 6,500 തരാം. അപ്പൊ എടുക്കുന്ന ആൾക്ക് അറിയാം അവന്റെ ഇനി കുറച്ച് കിട്ടില്ല, അവിടെ പോയിട്ട് കാര്യമില്ല. 6,500 ബെനിഫിറ്റ് ഉണ്ടോ, വന്നോളൂ എടുത്തോളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഇത് കൊടുത്ത വില. ഇത് വില കൂടുതലാണെന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇടാണ്. 6,40,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുത്തത് 21 മോഡൽ അല്ലേ? ഇത് ഈ വില കൂടുതലാന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയി കൊടുത്തതാണ്. ഞാൻ അത് കാണിച്ചു വാഗനർ കാണിച്ചു 2018 വാഗനർ 2014 ഗ്രാൻഡ് ഐറ്റം. 1.2 എഞ്ചിൻ വരുന്ന പെട്രോൾ വണ്ടി കേട്ടോ. പെട്രോൾ വണ്ടി അല്ലേ? 3,15,000 14 ഗ്രാൻഡ് ഐറ്റം തരാം. 3,15 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെൽ കണ്ടീഷൻ വണ്ടി. ഇതൊക്കെ ഒരു ഫാമിലിക്ക് നമ്മളൊരു പൈസ ഇട്ട് നോക്കുന്ന ഒരാൾക്ക് 1.2 എഞ്ചിൻ വരുന്ന ഒരു വണ്ടി. കംപ്ലൈൻസ് കുറവാണ്. ഡീസൽ വെച്ച് നോക്കുമ്പോൾ പെട്രോളിന് വലിയ മെയിൻ്റെനൻസ് ഇല്ല. ഡീസലിലാണ് ഗ്രാൻഡ് ഐറ്റത്തിൽ ഭയങ്കരമായിട്ട് പറയിപ്പിച്ച ഒരു ബ്രാൻഡ് കേട്ടോ. ചെറിയ ഫാമിലിന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നമുക്ക് സ്വിഫ്റ്റിന്റെ സെയിം CC 1200 CC വരുന്ന വണ്ടിയായി. അടുത്തത് ടൊയോട്ട. ഇതിനെ പറ്റി മഹത്വത്തിന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന് എന്ത് പറഞ്ഞാലും വില കൂടുതലേ വരുള്ളൂ. പക്ഷെ ഇതിന്റെ ഓണർ വില കുറച്ച് തരൂല്ല. അതെ, 19 മോഡൽ VX സിംഗിൾ ഓണർഷിപ്പ് 86,000 കിലോമീറ്റർ ഓടിയ എറ്റിയോസ് ലീവ. ഞാൻ ഡീസലാണെന്ന് വിചാരിച്ചിട്ട് ദമ്മിന് വിളിക്കാൻ വെച്ചിട്ട് പെട്രോൾ ആണ്. അപ്പൊ പെട്രോള് മൈലേജ് വിഷയമില്ലാത്ത ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വാഗനറിനൊക്കെ മൈലേജ് കിട്ടും. 14-15 വാഗനർ കിട്ടും. അല്ല അത് മൈലേജ് വരും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6.5 കൊടുക്കാം. 6.5 കൊടുക്കാം. 6,50,000. എത്ര ഇനിഷ്യൽ പേയ്മെന്റ് കാണേണ്ടി വരും? ഇതിന് 5.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 5.5 ലോൺ 1 ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. ഇതും വില കൂടുതൽ. വില കുറഞ്ഞിട്ട് നിങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ്സിൽ വരിക, ഞങ്ങൾ പർച്ചേസ് ചെയ്തോളാം. 2017 ഡീസൽ ആസ്റ്റ് ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ i20 2017 ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഇത് എത്ര കൊടുക്കണം? എത്ര കൊടുക്കാം? 5 ലക്ഷം രൂപയ്ക്ക് വരാം. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്ക് വേറെ വർത്താനല്ല, കുറയ്ക്കും. പിന്നെ കുറയ്ക്കില്ലേ? സിംഗിൾ ഓണർഷിപ്പിലുള്ള ആസ്റ്റ ഡീസൽ. ആസ്റ്റ ഡീസൽ പ്രത്യേകത മൈലേജ് നല്ല ഉണ്ടാവും. 20 അടുത്ത് മൈലേജ് ഉണ്ടാവും. i20 പെട്രോൾ ആണ് മൈലേജ് ഷോട്ടുള്ളത്. ഡീസൽ നല്ല മൈലേജ് ഉണ്ട്. ആസ്റ്റ ഓപ്ഷനിൽ വെച്ചാൽ ടോപ്പ് എൻഡ് വണ്ടി 17 മോഡൽ 5 ലക്ഷം രൂപ. അപ്പം മുഹമ്മക്ക് ഇതിന്റെ മേലെ ഒന്നും വേണ്ടേ? ഇത് നമ്മൾ പറഞ്ഞാൽ അത്രയും ബൾക്ക് പർച്ചേസ് എടുക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കിട്ടും, ചിലപ്പോൾ വേറെ വണ്ടികൾ കിട്ടും, ചിലപ്പോൾ ഞങ്ങൾ ഫണ്ട് റിലീസ് ആക്കാൻ വേണ്ടി ചെയ്യും. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വണ്ടി പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൊണ്ട് കൊടുക്കും. പക്ഷേ ആ ഫണ്ട് കൊണ്ട് ചിലപ്പോൾ അടുത്ത വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കയറും. പക്ഷെ മുഹമ്മദിന്റെ ഈ ബിസിനസിന്റെ ഈ ഒരു ഞങ്ങൾ വിൽക്കാറുണ്ടോ ചോദിക്കുന്നത് ഈ ഒരു ലെവലുണ്ട്. കസ്റ്റമേഴ്സിനാണ് ഗുണം അല്ല. എത്ര ആൾക്കാർ എന്നാലും കുറ്റേ പറയുള്ളൂ. അത് നോക്കണ്ട. 2014 സിയാസിൽ വണ്ടി നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. നമ്മള് എർട്ടിഗയിലൊക്കെ വരുന്ന സെയിം വണ്ടി മൈലേജ് ഉണ്ടാവും. ഒരു 17-18 മൈലേജ് ഉണ്ടാവുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി 4,50,000 രൂപയ്ക്ക് സിയാസ് സെഡാൻ ടൈപ്പ് അന്നത്തെ മാരുതിന്റെ ലക്ഷറി വണ്ടി. അതെ, സെക്കൻഡ് ചോയ്സിൽ ഒരുപാട് വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അല്ല നമുക്ക് എല്ലാ റൈഡിലുള്ളതുണ്ട്. സാധാരണക്കാർക്കുള്ളതുകൊണ്ട്, മിഡിലുള്ളതുകൊണ്ട്, ഹയസ്റ്റ് പോകണമെങ്കിൽ അതുകൊണ്ട് എല്ലാം ലോണിലുള്ള സെക്കൻഡും സിംഗിൾ ഓണർഷിപ്പിലുള്ള അധികം വണ്ടികളും നമുക്ക് ഇതിൽ മാക്സിമം ഫണ്ടിങ് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഇതിൽ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് സ്കൂട്ടറിന് പകരമായിട്ട് കുട്ടികളെ കൊണ്ടുപോകാനും സ്കൂളിൽ പോകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളും ഈ വീഡിയോയിലുണ്ട്. അതായത് ആക്റ്റീവന്റെ കാശിനാണ് മോമക്ക് ഇവിടെ വാഹനങ്ങളൊക്കെ ഇപ്പൊ ഈ മഴ പ്രമാണിച്ച് പ്രത്യേകം വിലക്കല്ല. ആക്റ്റീവ് എടുക്കുമ്പോൾ ഇനീഷ്യൽ പേയ്മെന്റ് പോലും കാരണം വേണ്ട. അതായത് വെയിലും മഴയും ഇനീഷ്യൽ പേയ്മെന്റ് നമുക്ക് 10-15 ഇനീഷ്യൽ പേയ്മെന്റിൽ കാർ ഇറങ്ങി കൊടുക്കാം. അതെ, അതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. പുതിയ വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം. ബൈ.